ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രാഥമിക ചികിത്സ പോലും ലഭിക്കാതെ രാജാക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം.
വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സംഭവം സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. രാജക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ഔഷധ സേവയും നാളെ നടക്കും. വിശദമായ വാർത്തകളിലേക്ക്. പ്രാഥമിക ചികിത്സ പോലും ലഭിക്കാതെ രാജക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രം. ആവശ്യമുള്ളതിന്റെ പകുതി പോലും ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്ത അവസ്ഥ. അത്യാസന്ന നിലയിലായ ആശുപത്രി അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ രാജക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം വെന്റിലേറ്ററിലായിട്ട് വർഷങ്ങളായെങ്കിലും പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ആരോഗ്യവകുപ്പ് അധികൃതരുടെ അവഗണന തുടരുന്നു. ഞാൻ നല്ലപോലെ വേദനയായിട്ട് ഇവിടെ വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഡോക്ടറും ഇല്ല, ഇതിന് കാര്യങ്ങളൊന്നുമില്ല. 2 നേഴ്സുമാർ മാത്രമേ ഉള്ളൂ. ഈ ഡോക്ടറും ഇല്ലാത്തതുകൊണ്ട് എന്തു ചെയ്യും? ഇങ്ങനെയുള്ള വരുന്ന രോഗികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അധികാരികൾ ഇതിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം. വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടെ 7 ഡോക്ടർമാരും 12 സ്റ്റാഫ് നഴ്സുമാരും അനുബന്ധ പാരാമെഡിക്കൽ ജീവനക്കാരും വേണമെന്നാണ് കണക്ക്. എന്നാൽ ഇതിന്റെ പകുതി ഡോക്ടർമാരും ജീവനക്കാരും പോലും ഇവിടെയില്ല. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 3 ഡോക്ടർമാരുടെ സേവനം ലഭിച്ചിരുന്നതാണ്. എന്നാൽ 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും ഈ CHCയുടെ കീഴിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് സ്ഥലം മാറ്റി. നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു 45 വർഷമായിട്ട് ഇവിടെ ആരംഭിച്ച ആശുപത്രിയാണ് ഇത്. ഈ കഴിഞ്ഞ കാലഘട്ടം വരെ 4 ഡോക്ടർമാരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 1 മാസത്തോളമായി കേവലം 1 ഡോക്ടർ മാത്രമായി. സ്ഥിരം 2 ഡോക്ടറുടെ പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. 1 നേഴ്സിൻ്റെ പോസ്റ്റും 45 വർഷമായിട്ട് നാളിതുവരെ അത്രയേ ഉള്ളൂ. നേഴ്സ് ഉണ്ടായിരുന്നത് ഒരു നേഴ്സ് മാത്രം. ബാക്കി NRHM നേഴ്സുമാരായിരുന്നു. അവരും 2 ആശുപത്രിയിലേക്ക് പോയി. ഇപ്പോൾ ആരുമില്ലാത്തൊരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഇന്നിപ്പം 1 ഡോക്ടർ പോലും ഇവിടെ ഇല്ലാത്തൊരവസ്ഥ. ആകെപ്പാടെ 1 ഡോക്ടറേ ഉള്ളൂ. പഞ്ചായത്തുകളിൽ നിന്നായി 350 മുതൽ 400 വരെ സാധാരണക്കാരായ രോഗികൾ OP വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയിരുന്ന ഈ ആശുപത്രിയിൽ ജീവനക്കാരും പരിശോധനാ സൗകര്യങ്ങളും ഇല്ലാത്തതിനാൽ ഇപ്പോൾ രോഗികളുടെ എണ്ണം 200 വരെയായി കുറഞ്ഞിട്ടുണ്ട്. കിടത്തി ചികിത്സ നിലച്ചിട്ട് 1 വർഷത്തോളമായി. എക്സ്റേ ലാബും പ്രവർത്തനരഹിതമാണ്. ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണന തുടരുകയാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സംഭവം. സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. തീപിടുത്തത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ച വ്യാപാരികൾക്ക് സംഘടനയുടെ സഹായം എത്തിക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കും. ഒരു വ്യാപാര സ്ഥാപനത്തിലുണ്ടായ അഗ്നിബാധ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരുവാൻ കാരണം അഗ്നിരക്ഷാ സേനയുടെ അനാസ്ഥയെന്നും അദ്ദേഹം ആരോപിച്ചു. വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിലെ KRS ബിൽഡിംഗിന് തീപിടിച്ച സംഭവത്തിൽ 6ഓളം വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ചതിലൂടെ കോടികളുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു. ചെറുകിട വ്യാപാര മേഖല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിച്ചു വരുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ധനസഹായം നൽകണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള 10ഓളം കടകൾക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ധനസഹായം അനുവദിപ്പിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടിയന്തര ധനസഹായം എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഏകോപന സമിതിയും പരിശോധിക്കുന്നതാണ്. ഒരു സ്ഥാപനത്തിൽ നിന്നും ആരംഭിച്ച അഗ്നിബാധ ശ്രദ്ധയിൽപ്പെട്ടയുടൻ അഗ്നിരക്ഷാ വിഭാഗത്തെ വിവരമറിയിച്ചിരുന്നു. എന്നാൽ പീരുമേട് ഫയർ സ്റ്റേഷനിലെ 2 യൂണിറ്റുകളെത്തി തീയണയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും ഫയർ എഞ്ചിനുകളിലെ ജലത്തിന്റെ കുറവ് പ്രതിസന്ധി ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇവർ വെള്ളം ശേഖരിച്ച ശേഷമാണ് തീയണയ്ക്കുവാൻ തുടങ്ങിയത്. ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള വീഴ്ചകൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് തീ പൂർണ്ണമായി അണയ്ക്കുവാൻ സാധിച്ചതെന്നും ആയതിനാൽ ടൂറിസം മേഖല കൂടിയായ വണ്ടിപ്പെരിയാറിലോ കുമളിയിലോ അടിയന്തരമായി ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ.
രാജക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവവും ഔഷധസേവയും നാളെ നടക്കുമെന്നും ക്ഷേത്രം മേൽശാന്തി എം പുരുഷോത്തമൻ ശാന്തി, സതീഷ് ശാന്തി, മോഹൻ ശാന്തി, രതീഷ് ശാന്തി, മണികണ്ഠൻ ശാന്തി എന്നിവർ പരിപാടികൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സാബു വാവലക്കാട്ട്, വൈസ് പ്രസിഡന്റ് ബിജു വെട്ടുകല്ലമാക്കൽ, സെക്രട്ടറി സജീവ് കണ്ണശ്ശേരിൽ എന്നിവർ അറിയിച്ചു. രാജക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള തിരുവാതിര മഹോത്സവവും മഹാ ഔഷധ സേവയും നാളെ നടക്കുമെന്നും ക്ഷേത്രം മേൽശാന്തി എം പുരുഷോത്തമൻ ശാന്തി, സതീഷ് ശാന്തി, മോഹനൻ ശാന്തി, രതീഷ് ശാന്തി, മണികണ്ഠൻ ശാന്തി എന്നിവർ പരിപാടികൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സാബു വാവലക്കാട്ട്, വൈസ് പ്രസിഡന്റ് ബിജു വെട്ടുകല്ലമാക്കൽ, സെക്രട്ടറി സജീവ് കണ്ണശ്ശേരിൽ എന്നിവർ അറിയിച്ചു. രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം ഇന്ന് രാവിലെ 9:30 ഭദ്രദീപ പ്രകാശത്തോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ വിശേഷ പരിപാടികളെന്ന് പറയുമ്പോൾ ഭദ്രദീപ പ്രകാശനത്തെ തുടർന്ന് ക്ഷേത്രത്തിൽ തുളസി തൈ നടുകയും അത് വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ദീപ ഷിബു നിർവഹിച്ചു. തുടർന്ന് ക്ഷേത്രത്തിലെ പരിസരങ്ങളിലുള്ള ശാഖകളിലും NSSൻ്റെ കരയോഗ ഓഫീസിലുമായി കുടുംബയോഗ യൂണിറ്റുകളിലുമായി തണ്ടിക എഴുന്നള്ളി നമ്മുടെ ഭക്തജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് നാളെ വൈകുന്നേരം തയ്യാറാക്കി നൽകുന്ന പുഴുക്കിന് വേണ്ടി സമാഹരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും നമ്മൾ ഒരു വർഷക്കാലം നമ്മൾ കൃഷി ചെയ്യുന്ന വിഭവത്തിൻ്റെ ഒരു വിഹിതം ഭഗവാന് സമർപ്പിക്കുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. ചടങ്ങിന് തുടക്കമായി ഇന്ന് രാവിലെ 5:30 നടന്ന നിർമ്മാല്യ ദർശനം, ഉഷാപൂജ, ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം വനിതാ സംഘം പ്രസിഡന്റ് ദീപ ഷിബു ഭദ്രദീപ പ്രകാശനം നടത്തി തിരുമുറ്റത്ത് തുളസിത്തൈ നട്ടു. തുടർന്ന് NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ തണ്ടികാവരവ് എഴുന്നള്ളിപ്പ് പുറപ്പാട്, തണ്ടികാവരവ് പൂജ, ഭഗവാന്റെ എഴുന്നള്ളിപ്പ് സ്വീകരണം എന്നിവ നടന്നു. തണ്ടികാവരവ് രാജക്കാട് ടൗണിൽ നിന്ന് ആരംഭിച്ച് ശാഖായോഗത്തിൻ്റെ കീഴിലുള്ള 11 കുടുംബ യൂണിറ്റുകളും ചുറ്റിയെത്തിയപ്പോൾ നിലവിളക്ക് തെളിയിച്ച് ഗണപതിക്ക് വെച്ച് ഭഗവാന് സ്വീകരണം നൽകി. വൈകിട്ട് 5-ന് NSS കരയോഗം ഓഫീസിൽ നടതുറപ്പിനെ തുടർന്ന് തിരുവാതിരകളി വഴിപാടായി നടത്തുന്ന നർത്തകർ മഹാദേവന്റെ തിരുനടയിൽ അഷ്ടമംഗല സമർപ്പണവും നടത്തി. തിരുവാതിര ഉത്സവ ദിനമായ നാളെ വിശേഷാൽ ക്ഷേത്രാചാരങ്ങളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും, 7:30 മഹാ ഔഷധ സേവ, വൈദ്യൻ ആലപ്പുഴ മോഹനൻ ആചാര്യൻ്റെയും സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് ഔഷധ വിതരണവും, 9:30 മുതൽ ഇളനീർ അഭിഷേകവും ഇളനീറാട്ടവും, തുടർന്ന് ഉച്ചപൂജയും, 12:30 മഹാപ്രസാദ ഊട്ടും നടക്കും. വൈകിട്ട് 5-ന് നടതുറപ്പ്, ദീപാരാധന, 7-ന് മഹാദേവന്റെ പ്രീതിക്കായി ഭക്തിസാന്ദ്രമായ തിരുവാതിരകളി, തുടർന്ന് തിരുവാതിരപ്പുഴുക്ക് വിതരണം, മംഗളപൂജ എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, രാജക്കാട്. പ്രാർത്ഥന കൊണ്ടും ക്ഷേത്ര ദർശനം കൊണ്ടും മനസ്സ് നിഷ്കളങ്കമാക്കുവാൻ സാധിക്കുമെന്ന് ബ്രഹ്മശ്രീ അക്കിരമണൻ കാളിദാസൻ ഭട്ടതിരിപ്പാട്. രാജകുമാരി നോർത്ത് രാമചന്ദ്രം ദേവിശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തു കുഴപ്പവും കാണിക്കുവാൻ മനസ്സുള്ളവരായി മനുഷ്യൻ മാറുവാൻ കാരണം മനുഷ്യ മനസ്സ് സുതാര്യമല്ല, മനസ്സ് നിഷ്കളങ്കമല്ല. മനസ്സിനെ നിഷ്കളങ്കമാക്കുവാൻ പ്രാർത്ഥന കൊണ്ടും ക്ഷേത്ര ദർശനം കൊണ്ടും സാധിക്കുമെന്നും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കിരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട്. രാജകുമാരി നോർത്ത് രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിൽ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എങ്ങോട്ടാണ് പോകുന്നത്? സ്വന്തം അച്ഛനെ ഉപദ്രവിക്കുന്ന മക്കള്, അമ്മയെ പ്രഹരിക്കുന്ന മക്കൾ നമ്മൾ TV-യിലൊക്കെ കാണാറുണ്ട്, വാട്സപ്പിലൊക്കെ. എന്ത് കുഴപ്പം കാണിക്കാൻ മനസ്സില്ലാത്ത മനുഷ്യന്മാരായിട്ട് നമ്മൾ മാറുന്നതിൻ്റെ ഒരു കാരണം മനസ്സ് സുതാര്യമല്ല, മനസ്സ് നിഷ്കളങ്കമല്ല. അങ്ങനെ മനസ്സിനെ നിഷ്കളങ്കമാക്കാനുള്ള ഏർപ്പാടാണ് ഈ ക്ഷേത്ര പ്രാർത്ഥന കൊണ്ടും ദർശനം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ജനുവരി 10 മുതൽ 14 വരെ നടന്നുവരുന്ന മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കിരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവം മകരം 1-ാം തീയതി സമാപിക്കും. ധനുമാസത്തിന്റെ അവസാന ദിനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ ധനുമാസ തിരുവാതിര സംഘടിപ്പിക്കും. പ്രധാന ദിനമായ 14-ാം തീയതി സമൂഹ മഹാഗണപതി ഹോമവും ദേശത്താലപ്പൊലി ഘോഷയാത്രയും പ്രത്യേക പൂജകളും നടക്കും. പ്രസാദ ഊട്ടോടുകൂടി മകര
മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിക്കും. ക്ഷേത്രം മേൽശാന്തി PU സുമേഷ് ശാന്തി പൂജാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം പ്രസിഡന്റ് CN സുരേഷ്, സെക്രട്ടറി VR സുനിൽകുമാർ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ PG രാജേഷ്, കൺവീനർ ദീപു ഭാസ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറും. സിറ്റി വിഷൻ, രാജാക്കാട്. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മേരികുളത്ത് സംഘടിപ്പിച്ചു. മേരികുളം മരിയൻ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി KS മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ കെട്ടിട നിർമ്മാണ മേഖലയിൽ വിവിധ പ്രവൃത്തികൾ കരാറായി ഏറ്റെടുക്കുന്ന വിഭാഗത്തിലെ ഏക സംഘടനയാണ് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. 2011 മാർച്ച് 26-നാണ് സംഘടന രൂപം കൊണ്ടത്. ജില്ലയിലുടനീളം യൂണിറ്റ് കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു. സ്വന്തമായി തൊഴിൽ കണ്ടെത്തുകയും അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും നികുതി വരുമാന ശ്രേണിയിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുവെങ്കിലും നിരവധി പ്രതിസന്ധികളും നേരിടുന്ന ഒരു വിഭാഗം കൂടിയാണ് സ്വകാര്യ കരാറുകാർ. നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന വിവിധ പ്രതിസന്ധി ഘട്ടത്തിലും അപകടം സംഭവിക്കുന്ന സന്ദർഭത്തിലും ശക്തമായി ഇടപെടാനും വിവിധ ക്ഷേമ പ്രവർത്തികൾ നടത്താനും സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സ്വകാര്യ കരാറുകാർക്ക് ലൈസൻസ് എന്ന സംഘടനയുടെ ആവശ്യത്തിന് അംഗീകാരം നൽകിയ LDF ഗവൺമെന്റിന് ഈ അവസരത്തിൽ സംഘടനയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ രാജ്യവും സംസ്ഥാനവും വിവിധ മേഖലകളിൽ നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിൽ നമ്മുടെ സംഘടനയും ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ യൂണിറ്റ് സമ്മേളനവും ഏരിയ സമ്മേളനവും പൂർത്തീകരിച്ചു. തുടർന്നാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. മേരികുളം മരിയൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനം PBCA രക്ഷാധികാരി KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആ സംഘടനയിൽ അംഗങ്ങളായി ചേർന്നിട്ടുള്ളവർക്ക് അവരുടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഓരോ ജോലി എടുക്കുന്നവരാണ്. വ്യത്യസ്തങ്ങളായ ജോലികൾ ഓരോരുത്തരും വഴിമാർഗം തേടുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ഉപജീവന മാർഗം എന്നൊക്കെയാണ് നിങ്ങൾ ഈ ജോലി ഏറ്റെടുത്തുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുകയും അത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടൽ നടത്തുകയും അതുവഴി അംഗങ്ങൾക്ക് സംഘടന പ്രയോജനം ചെയ്യുന്നതാണ് എന്നൊരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ്. സമ്മേളനത്തിൽ വയനാട്ടിൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായ ഭാവന സജിൻ പാറക്കരയെയും കുടുംബത്തെയും ആദ്യകാല പ്രവർത്തകൻ KS ബാലകൃഷ്ണൻ എന്നിവരെയും ആദരിച്ചു. PBCA ജില്ലാ പ്രസിഡന്റ് PK ഗോപിനാഥൻ, സ്വാഗത സംഘം ചെയർമാൻ അഭിലാഷ് മാത്യു, AL ബാബു, KS ബാലകൃഷ്ണൻ, സുമോദ് ജോസഫ്, T മനോഹരൻ, MS ഷാജി, ലിറ്റീഷ് K മാത്യു എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇന്ത്യയിലെ ലീഡിംഗ് ടൈൽസ് ബ്രാൻഡായ കജാരിയ ടൈൽസുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി 8000 സ്ക്വയർ ഫീറ്റിൽ കജാരിയ പ്രൈം ഷോറൂം. അതോടൊപ്പം ട്രെൻഡി കളക്ഷനുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരവുമായി സിംബോളയുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ ടൈലുകൾ ഇനി പലയിടത്തല്ല, ഒരിടത്തിൽ നിന്ന് തന്നെ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ.
ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. വാർത്തകൾ തുടരുന്നു. അടിമാലിയിൽ വാഹനാപകടത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകന് പരിക്ക്. അടിമാലി സ്വദേശിയും സുപ്രഭാതം ദിനപത്രത്തിന്റെ ലേഖകനുമായ PH നാസറിനാണ് പരിക്ക് സംഭവിച്ചത്. നാസർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ കാർ ഇടിക്കുകയായിരുന്നു. അടിമാലി അമ്പലപ്പടിക്ക് സമീപം ദേശീയപാതയിൽ വെച്ച് നാസർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിറകിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിൽ നിന്നും നാസർ ദൂരത്തേക്ക് തെറിച്ചു വീണു. വാഹനവും ഏതാനും മീറ്റർ ദൂരത്തേക്ക് തെറിച്ചു വീണു. അപകടത്തിൽ നാസറിന്റെ തലയ്ക്കും കൈക്കും പരിക്ക് സംഭവിച്ചു. അപകടം നടന്ന ഉടൻ പ്രദേശവാസികൾ നാസറിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അടിമാലി പോലീസ് തുടർ നടപടി സ്വീകരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ ശൗചമാലിന്യം റോഡിലേക്ക് ഒഴുക്കുന്നതായി പരാതി. ദിവസങ്ങളായി സെപ്റ്റിക് ടാങ്ക് പൊട്ടി മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് വ്യാപകമായ ദുർഗന്ധത്തിനും കാരണമാവുകയാണ്. അടിയന്തര നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പെട്രോൾ പമ്പിന് മുന്നിലാണ് ദിവസങ്ങളായി കക്കൂസ് മാലിന്യം പൊട്ടി റോഡിലേക്ക് ഒഴുകുന്നത്. ഇത്തരത്തിൽ ഒഴുകുന്ന മലിനജലം റോഡിലേക്ക് ഒഴുകി കാൽനട യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇതോടൊപ്പം പ്രദേശത്ത് വലിയ രീതിയിലുള്ള ദുർഗന്ധവും ഉണ്ടാവുന്നതിനാൽ മലിനജലം ഒഴുകുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പെട്രോൾ പമ്പ് ഉടമയോട് ആവശ്യപ്പെട്ടിട്ടും തയ്യാറാവുന്നില്ല എന്നാണ് പഞ്ചായത്ത് അംഗം കുഞ്ഞുമോൻ വർഗീസ് ആരോപിക്കുന്നത്. ഇവിടെ നമ്മുടെ ചപ്പാത്തിന് സമീപം മടത്തിപ്പറമ്പിലെന്ന പെട്രോൾ പമ്പിൻ്റെ സമയത്ത് അവിടെ ആവശ്യപ്രകാരം അവരൊരു മാലിന്യ കുമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അതിൽ നിന്നും മലിനജലം ഇപ്പോൾ 2-3 വർഷമായിട്ട് മലബന്ധമായിട്ടുള്ള മലവും മൂത്രമൊക്കെ ആയിട്ട് റോഡിൽ കൂടെ ഒഴുകുകയും അത് ജനങ്ങൾ യാത്രക്കാരുടെ ദേഹത്തൊക്കെ വാഹനങ്ങൾ ലഭിക്കുകയുണ്ടായി. പലതവണ ഈ അധികാരികളോടും പെട്രോൾ പമ്പുകാരോട് ആവശ്യപ്പെട്ടിട്ടും അവർ യാതൊരു നീതിയോ ഇതിനോട് പ്രതികരിക്കുന്നവരുടെ പേരിൽ പലവിധ കള്ളക്കേസ് ഇപ്പോൾ എൻ്റെ പേരിൽ എൻ്റെയും സാഹിത്യ ജോസഫിൻ്റെ പേരിലൊക്കെ ഓരോ സ്റ്റേഷനിലും കോടതിയിലും കേസ് നടക്കുകയാണ്. ഇപ്പം ഹെൽത്തിൽ നിന്ന് ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന് നോട്ടീസ് കൊടുത്ത് അന്നുമ്പോൾ ഇത് സാധനം മാറ്റിയതാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇന്ന് ഡയറക്റ്റായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് ഇപ്പോൾ ഈ ചാലിൽ കൂടെ ഒഴിവാണ് യാത്രക്കാരുടെ ദേഹത്തൊക്കെ തീർച്ച അവർ പരാതി എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വൈകിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് യഥാർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 6 മാസം മുൻപ് സമാനമായ രീതിയിൽ മലിനജലം റോഡിലേക്ക് ഒഴുകുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിലും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയതിനെ തുടർന്ന് സെപ്റ്റിക് ടാങ്ക് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നാൽ വീണ്ടും സമാനമായ രീതിയിൽ മലിനജലം റോഡിലേക്ക് ഒഴുകാൻ തുടങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാട്ടുകാർ. 100 കണക്കിന് കാൽനട യാത്രക്കാരും സ്കൂൾ കുട്ടികളും കടന്നുപോകുന്ന റോഡിൽ മലിനജലം വ്യാപകമായി ഒഴുകുന്നത് സാംക്രമിക രോഗങ്ങൾ പകരുന്നതിനുള്ള കാരണമാവുകയാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളിലേക്ക് പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു. സിറ്റി വിഷൻ, ഉപ്പുതറ. മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ പെരുന്നാൾ മഹാമഹം ജനുവരി 14, 15 തീയതികളിലായി നടക്കും. പെരുന്നാളിന് അങ്കമാലി ഭദ്രാസന വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മോർ സേവേറിയോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിക്കും. കാർഷിക ഗ്രാമമായ മുരിക്കുംതൊട്ടി കുരുവിള സിറ്റി മേഖലയിലെ ജനങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനായി സ്ഥാപിതമായ സെന്റ് ജോർജ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പെരുന്നാൾ മഹാമഹം ഈ മാസം 14, 15 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മുരുക്കുംതൊട്ടി സെന്റ് ജോർജ് സെഗിയോൻ യാക്കോബായ സുറിയാനി പള്ളിയുടെ വാർഷിക പെരുന്നാൾ 2025 ജനുവരി 14, 15 ചൊവ്വ ബുധൻ തീയതികളിൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിന്റെ വലിയ മെത്രാപ്പോലീത്ത ഡോക്ടർ എബ്രഹാം മാർ സേവേറിയോസ് തിരുമേനിയുടെ മഗ്നീയ കാർമ്മികത്വത്തിൽ വിശുദ്ധ 3 മേൽ കുർബാനയോടുകൂടി നടത്തപ്പെടുകയാണ്. 14-ാം തീയതി രാവിലെ 10 മണിക്ക് കൊടിയേറുന്നതോടെ പെരുന്നാളിന് തുടക്കം കുറിക്കും. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും കുളപ്പാറച്ചാൽ കുരിശുംതൊട്ടിയിലേക്ക് പ്രദക്ഷിണവും നടക്കും. പ്രധാന ദിനമായ 15-ാം തീയതി അങ്കമാലി ഭദ്രാസന വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മോർ സേവേറിയോസ് തിരുമേനിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പെരുന്നാൾ തിരുക്കർമ്മങ്ങൾ നടക്കും. കുരുവിള സിറ്റി കുരിശിങ്കിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് നേർച്ച സദ്യയോടുകൂടി പെരുന്നാൾ മഹാമഹത്തിന് കൊടിയിറങ്ങും. ഇടവക വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ, സഹവികാരി ഫാദർ ജോം കാരുകുഴിയിൽ, ട്രസ്റ്റി KC ജോർജ്, സെക്രട്ടറി ജോസ് കുര്യൻ തുടങ്ങിയവർ പെരുന്നാളിന് നേതൃത്വം നൽകും. സിറ്റി വിഷൻ രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രാഥമിക ചികിത്സ പോലും ലഭിക്കാതെ രാജക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം. വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച സംഭവം. സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. രാജക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ഔഷധ സേവയും നാളെ നടക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സ്വപ്നതുല്യമായ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് നിങ്ങളുടെ ബഡ്ജറ്റിൽ മികച്ച ക്വാളിറ്റിയിൽ യാഥാർത്ഥ്യമാക്കുന്നു. ചോയ്സ് ബിൽഡേഴ്സ്.
നൂതന ആശയങ്ങൾ, പ്രീമിയം മെറ്റീരിയലുകൾ എന്നിവ ഉപയോഗിച്ച് ഒരു ക്ലയന്റിന് ആവശ്യമായതെല്ലാം ഞങ്ങളുടെ പ്രൊഫഷണൽ ടീം നൽകുന്നു. പ്ലാൻ, പെർമിറ്റ്, കൺസ്ട്രക്ഷൻ, 3D എലിവേഷൻ, പെയിന്റിംഗ്, വയറിംഗ്, ക്വാളിറ്റി വുഡ് അല്ലെങ്കിൽ നൂതന മെറ്റീരിയലുകൾ ഉപയോഗിച്ചുള്ള കാർപ്പൻട്രി വർക്കുകൾ, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വർക്ക്സ്, മോഡുലർ കിച്ചൺ, ടേൺ കീ സർവീസ് തുടങ്ങിയ എല്ലാ വർക്കുകളും അത്യാധുനിക മെഷീനറികളുടെ സഹായത്തോടെ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരവാദിത്തത്തോടു കൂടി കേരളത്തിൽ എവിടെയും വർക്കുകൾ ചെയ്തു നൽകുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ചോയ്സ് ബിൽഡേഴ്സ്, രാജക്കാട്, ഇടുക്കി 8606 560 526 9496 120 526. ഇന്ത്യയിലെ ലീഡിംഗ് ടൈൽസ് ബ്രാൻഡായ കജാരിയ ടൈൽസുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി 8000 സ്ക്വയർ ഫീറ്റിൽ കജാരിയ പ്രൈം ഷോറൂം. അതോടൊപ്പം ട്രെൻഡി കളക്ഷനുകളുടെ കണ്ണൻ ചിപ്പിക്കുന്ന ശേഖരവുമായി സിംബോളയുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ ടൈലുകൾ ഇനി പലയിടത്തല്ല, ഒരിടത്തിൽ നിന്ന് തന്നെ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി.